ഊതി വീർപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ സെപ്റ്റിക് ടാങ്കും അതിൽ വാട്ടർ ടാങ്ക് ഒക്കെ ചെയ്തെടുക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ നമ്മളാണ് ഈ ബ്ലോ മോൾഡിംഗ് ടെക്നോളജിയിൽ വാട്ടർ ടാങ്കുകൾ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് നമ്മളാണ് കൊണ്ടുവന്നത്. നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വീട് വെക്കുമ്പോഴും വാട്ടർ ടാങ്ക് മാത്രം ഏതെങ്കിലും ഒരു വാട്ടർ ടാങ്ക് വാങ്ങിച്ചു വെക്കണം. അങ്ങനെ ആവരുത്. ജീവിതകാലം മുഴുവൻ ആ വീട്ടിലുള്ള എല്ലാവർക്കും വെള്ളം ഉപയോഗിക്കാനുള്ളതാണ്. വെറുതെ ശ്രമിക്കേണ്ട. എക്സ്പോർട്ടിങ്ങിനുള്ള ബാരലുകളും ക്യാനുകളും ഒക്കെയാണ് കൊടുക്കുന്നത്. അതും ഫുഡ് ഗ്രേഡ് അതിന് അത്രയും നിർബന്ധമാണ്. നമ്മളിപ്പോ എത്രമാത്രം ഫുഡ് ഗ്രേഡ് ആണ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാലും ഇപ്പോഴും പേടി തന്നെയാണ് നമ്മൾ പലർക്കും. പ്ലാസ്റ്റിക് എന്നൊരു കോമൺ വേർഡ് വരുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. ഈ മെറ്റീരിയൽ കണ്ടുപിടിച്ചതിന് നോബൽ പ്രൈസ് വരെ കിട്ടിയിട്ടുള്ളതാണ്. F0 എന്ന് പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂരിനടുത്ത് അയ്യങ്കുന്ന് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. സെൽസർ പോളിമേഴ്സിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് HDP ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മുടെ വാട്ടർ ടാങ്കുകൾ ഉണ്ടല്ലോ അത് ചെയ്തെടുക്കുന്ന ഒരു കമ്പനി. വാട്ടർ ടാങ്ക് മാത്രമല്ല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബാരൽസ് ചെയ്യുന്നുണ്ട്, സെപ്റ്റിക് ടാങ്കുകൾ ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ മറ്റാരും ചെയ്യാത്ത ഒരു മേഖല, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ചെയ്യുന്ന ഒരു കമ്പനിയാണ് സെൽസർ പോളിമേഴ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ, എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് ഒക്കെ നമ്മൾ കാണാൻ പോവാണ്. നേരെ സെൽസർ ഫാക്ടറിയുടെ വിശേഷങ്ങളിലേക്ക്. സെൽസർ പോളിമേഴ്സ് കമ്പനിയുടെ മാനേജർ ഷാജി ചേട്ടനാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട്? നമ്മളൊരു 11 വർഷമായി കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്. 2013 നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ മെയിനായിട്ട് വാട്ടർ ടാങ്കുകൾ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകൾ, ഫുഡിന്റെ എസൻസ് എല്ലാം എക്സ്പോർട്ട് ചെയ്യാനുള്ള ക്യാനുകൾ, ബാരലുകൾ, അതേ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ വാട്ടർ ടാങ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് ബ്ലോ മോൾഡിംഗ് HDP ഫുഡ് ഗ്രേഡ് വാട്ടർ ടാങ്കുകൾ നമ്മൾ മാർക്കറ്റിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് അറിയേണ്ടത് ഇവിടുത്തെ പ്രൊഡക്ഷൻ രീതികളാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു പറഞ്ഞ പുതിയ ടെക്നോളജികളും ഇതൊക്കെ ഇവിടെ ചെയ്തെടുക്കുന്നത് എനിക്കത് കാണുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കിടക്കാം. നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോ മോൾഡിംഗ് ടെക്നോളജിയാണ്, ഏറ്റവും പുതിയ ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ HDP മെറ്റീരിയലാണ്, ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയലിനെ കുറിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഏറ്റവും സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയലാണ്. അതുപോലെ തന്നെ പാക്കേജിങ്ങിൽ ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ് HDP എന്ന് പറയുന്ന മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. അതിനേക്കാളും പ്യൂരിറ്റി ഏറ്റവും ഉള്ള ഒരു വാട്ടർ ടാങ്കാണ് നമ്മൾ സെൽസർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന HDP റോ മെറ്റീരിയൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ അനുസരിച്ച് എന്താണോ പ്രൊഡക്റ്റ് എടുക്കേണ്ടത് അവിടേക്ക് ഈ മെറ്റീരിയൽ നമ്മൾ ഇഷ്യൂ ചെയ്യും. 3 ഭാഗത്തു നിന്ന് ഈ മെറ്റീരിയൽ മിക്സ് ചെയ്തിട്ട് അത് മുകളിലേക്ക് സക്ക് ചെയ്ത് പോകും. അവിടെ നിന്ന് 200 ഡിഗ്രിയുടെ മേലെ ടെമ്പറേച്ചറിലാണ് അത് മെൽറ്റ് ആയിട്ട് ഒരു ട്യൂബ് പോലെ ആ മെറ്റീരിയൽ താഴത്തേക്ക് ഇറങ്ങി വരും. ഇത് ഇറങ്ങി വരുന്നത് 3 ലെയർ ആയിട്ടാണ്. ഇതിങ്ങനെ ഇറങ്ങി വരുന്ന കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അതെ 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 അതെ. ആ ഇറങ്ങി വരുന്ന ട്യൂബിന്റെ ഔട്ടർ വൈറ്റ് ആണ്, മിഡിൽ ബ്ലാക്ക് ആണ്, ഇന്നർ വൈറ്റ് ആണ്. ഓ, ആ 3 ലെയറും ഇതിലിങ്ങനെ ഇറങ്ങി വരും. അതെ, ആ ലെയർ അത്രയും ഫില്ലായിട്ടാണ് ആ ലെയർ ഇറങ്ങി വരുന്നത്. എന്നിട്ട് അതിനുശേഷമാണ് നമ്മൾ താഴേന്ന് ബ്ലോ ചെയ്തിട്ട് മോൾഡിന്റെ ഷേപ്പിലേക്ക് ഊതി വീർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ബ്ലോ മോൾഡിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. നമുക്കിത് ഈ ബ്ലോ മോൾഡിംഗ് ടെക്നോളജിയിൽ ഇതിന്റെ തിക്നെസ്, ടൈമിംഗ് എല്ലാം തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ അത് സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ബ്ലോ മോൾഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു കാലത്തും ഇതിന് ക്രാക്കോ ലീക്കോ ഒന്നും തന്നെ സംഭവിക്കില്ല. മാക്സിമം ഒരു 4 മിനിറ്റിന്റെ അകത്ത് മോൾഡ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സെൽസറിന്റെ വൈറ്റ് വാട്ടർ ടാങ്ക് ആണ് നിങ്ങൾ ഈ കാണുന്നത്. പുറത്തേക്ക് വരികയാണ്, വാട്ടർ ടാങ്ക് പുറത്തേക്ക് വരികയാണ്. ഈ കാണുന്ന ടാങ്കിന്റെ മുകളിലും താഴെയുമുള്ള എക്സസ് മെറ്റീരിയൽ മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ടാങ്ക് പൂർണ്ണ രൂപത്തിലായി. പിന്നെ അതിന്റെ ഒരു ക്വാളിറ്റി ചെക്കിങ് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഒരു മാനുഷികമായ രീതിയിൽ അതൊന്ന് ഓവറോൾ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് നേരെ ഗോഡൌണിലേക്ക് മാറ്റുന്നു. വാട്ടർ ടാങ്ക് വാങ്ങിക്കാൻ പോകുമ്പോൾ ഏത് വേണം, എന്ത് വേണം എന്നുള്ളൊരു ചിന്ത പലപ്പോഴും മലയാളിക്കില്ല. നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വീട് വെക്കുമ്പോഴും വാട്ടർ ടാങ്ക് മാത്രം ആരും സെലക്ട് ചെയ്യുന്നില്ല. അത് ആർക്കെങ്കിലും വിട്ടുകൊടുക്കുകയാണ്. മറ്റ് ചെറിയ സാധനങ്ങൾ പോലും നമ്മളെല്ലാവരും ഒരുപാട് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ വാട്ടർ ടാങ്ക് മാത്രം ഏതെങ്കിലും ഒരു വാട്ടർ ടാങ്ക് വാങ്ങിച്ചു വെക്കുകയാണ്. അങ്ങനെ ആവരുത്. ജീവിതകാലം മുഴുവൻ ആ വീട്ടിലുള്ള എല്ലാവർക്കും വെള്ളം ഉപയോഗിക്കാനുള്ളതാണ്. ഈ വാട്ടർ ടാങ്കിൽ എത്ര ലിറ്റർ കപ്പാസിറ്റി ഒക്കെ നിങ്ങളിവിടെ നിർമ്മിക്കുന്നത്? 300, 500 ലിറ്റർ, 750, 1000, 1500, 2000 ലിറ്റർ. 2000ന്റെ വാട്ടർ ടാങ്ക് ചെയ്യുന്ന സമയത്ത് മെഷീൻ കുറച്ചുകൂടി ഹെവി ആയിരിക്കും അല്ലേ? അതെ അതെ അതെ. നമുക്ക് ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള വലിയ മെഷീനിലാണ് 2000. അതുപോലെ സെപ്റ്റിക് ടാങ്ക്, അതുപോലുള്ള വലിയ പ്രൊഡക്റ്റുകൾ ചെയ്യുന്നത് കുറച്ചും കൂടി വലിയ മെഷീനിലാണ്. സെപ്റ്റിക് ടാങ്ക് പോലും ചെയ്യുന്നത് ഇതേ ടെക്നോളജി തന്നെ, സെയിം ടെക്നോളജിയാണ്. അപ്പോൾ ഒരു കാലത്തും ക്രാക്കോ ലീക്കോ വന്നിട്ട് വെള്ളം ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ കിണറൊന്നും ഒരു കാലത്തും അശുദ്ധമാവില്ല. ഇത് കൂടാതെ നിങ്ങളുടെ ക്യാനുകളും ബാരലും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ സിസ്റ്റം ഏകദേശം ഇത് തന്നെയാണോ വരുന്നത്? ഏകദേശം ഇതേ സിസ്റ്റം തന്നെയാണ്. ബ്ലോ മോൾഡിംഗ് ടെക്നോളജിയിലാണ് നമ്മൾ എക്സ്പോർട്ടിങ്ങിനുള്ള ബാരലുകളും ക്യാനുകളും ഒക്കെയാണ് കൊടുക്കുന്നത്. അതും ഫുഡ് ഗ്രേഡ് അതിന് അത്രയും നിർബന്ധമാണ്. ഫുഡ് ഗ്രേഡ് ക്വാളിറ്റിയുള്ള
ആയിട്ടുള്ള ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇതിൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൊഡക്റ്റിന്റെ സ്ട്രെങ്ത് അത്രയും വേണം, അതിനേക്കാൾ ഉപരിയായിട്ട് അതിന്റെ ഫുഡ് ഗ്രേഡ് ക്വാളിറ്റിയും അത്രയും നിർബന്ധമാണ്. ഇത് വിദേശങ്ങളിലേക്കാണ് കയറി പോകുന്നത്. നമ്മളിപ്പോ എത്രമാത്രം ഫുഡ് ഗ്രേഡ് ആണ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാലും ഇപ്പോഴും പേടി തന്നെയാണ് നമ്മൾ പലർക്കും. ഇതിലേക്ക് നമ്മൾ വെള്ളം ശേഖരിച്ചു വെക്കുന്നത്, മറ്റുള്ള ഫുഡൊക്കെ ശേഖരിച്ചു വെക്കുന്നത്. അത് പ്ലാസ്റ്റിക് എന്നൊരു കോമൺ വേർഡ് വരുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. ആക്ച്വലി അതിൽ HDP എന്ന് പറയുന്ന മെറ്റീരിയൽ ഏറ്റവും നല്ല മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ കണ്ടുപിടിച്ചതിന് നോബൽ പ്രൈസ് വരെ കിട്ടിയിട്ടുള്ളതാണ്. അത്രയും ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് സ്പൈസസ്, അതിന്റെ ഓയിൽ, എക്സ്ട്രാക്ട്സ് ഇതൊക്കെ എക്സ്പോർട്ട് പോകുന്നതിനുള്ള ക്യാനുകൾ സെൽസറാണ് നിർമ്മിച്ച് നൽകുന്നത്. അപ്പൊ ഈ ക്യാനുകളിലൊക്കെ ഒരുപാട് കോസ്റ്റ്ലി മെറ്റീരിയൽസ് ആണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ബ്രിട്ടൻ, ജർമ്മനി, അമേരിക്ക പോലുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ ഇത് ചെല്ലുമ്പോൾ അവർ ഈ ഫുഡിന്റെ ഐറ്റം ആയതുകൊണ്ട് തന്നെ ഈ ക്യാൻ പോലും കട്ട് ചെയ്തിട്ട് അവർ ടെസ്റ്റ് ചെയ്യും. അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്യുന്ന നേരത്തെ ആ ഫുഡ് ഗ്രേഡ് ക്വാളിറ്റി ഇല്ലെങ്കിൽ അത് അയക്കുന്നവർക്കും ആ ക്യാൻ കൊടുത്ത സെൽസറിനും അതിൻ്റെതായ പെനാൽറ്റിയും കാര്യങ്ങളും വരും. ആ സെയിം മെറ്റീരിയലാണ് സെൽസർ വാട്ടർ ടാങ്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ചൂടത്തും ഏത് കാലാവസ്ഥയിലും എന്ത് വെള്ളമാണോ നമ്മൾ സെൽസറിൽ ശേഖരിച്ചു വെക്കുന്നത് ആ ക്വാളിറ്റിയിൽ എല്ലാ സമയത്തും നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടാങ്കുകൾ. ചെറിയ കപ്പാസിറ്റി 500 ലിറ്റർ, 750 ലിറ്റർ, 1000 ലിറ്റർ, അതുപോലെ തന്നെ വൈറ്റ്, ബ്ലൂ, യെല്ലോ, ബ്ലാക്ക് ഇത്രയും കളറിൽ നമ്മുടെ ടാങ്കുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തിരിക്കുന്നതാണ് ഓട്ടോ ക്ലീൻ വാട്ടർ ടാങ്കാണ് സെൽഫ് ഫ്രഷിൻ്റെ. അതിൽ തന്നെ വരുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ HDPയിൽ തന്നെയുള്ള സ്റ്റാൻഡാണ് വരുന്നത്. സ്റ്റാൻഡ് മാറ്റാണ്. സ്റ്റാൻഡ് HDPയിൽ വരുമ്പോൾ നമുക്കിപ്പോൾ കടൽ തീരത്തൊക്കെ ഉപ്പുവെള്ളം അതുപോലുള്ള സ്ഥലങ്ങളിലൊന്നും ഇരുമ്പിന്റെ സ്റ്റാൻഡ്, തുരുമ്പ് വരുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. HDP മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ സ്റ്റാൻഡിനും റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി, 10 വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി അടക്കം നമ്മൾ കൊടുക്കുന്ന ഫുള്ളി റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉള്ള ഒരു ഓട്ടോ ക്ലീൻ വാട്ടർ ടാങ്ക് ആണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തിരിക്കുന്നു SS-ന്റെ സ്റ്റാൻഡോട് കൂടിയിട്ടുള്ള സെൽഫ് ഫ്രഷ് ടാങ്ക് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഓട്ടോ ക്ലീൻ വാട്ടർ ടാങ്ക് ആണ്. നമുക്ക് ചെളികൾ, സെഡിമെന്റ്സ് ഒന്നും തന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ ടാപ്പുകൾ, ഷവറുകൾ ഇതൊന്നും അടഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഏറ്റവും അടിയിൽ കാണുന്ന ആ കണക്ടറിൽ നിന്ന് ഒരു കണക്ഷൻ വീടിന്റെ താഴെ കൊണ്ടുവന്ന് അവിടെ വാൽവ് തുറക്കുകയാണെങ്കിൽ നമ്മുടെ ടാങ്കിലുള്ള എല്ലാ ചെളിയും ഓസിലേറ്റ് ചെയ്തിട്ട് മുഴുവൻ ചെളിയും നമുക്ക് ഒഴുക്കി കളയാനായിട്ട് പറ്റും. അങ്ങനെ ഫുള്ളി സെഡിമെന്റ് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്ടർ ടാങ്ക് ആണ് സെൽസർ കൊണ്ടുവന്നിരിക്കുന്നത്. സ്വന്തമായിട്ട് തന്നെ ക്ലീൻ ചെയ്യുന്ന ഒരു വാട്ടർ ടാങ്ക്. അതെ അതെ അതെ. നമ്മുടെ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ ഒന്നും തന്നെ നമ്മുടെ ഷവർ, ഹെൽത്ത് ഹോസ്പിറ്റൽ ഇതിലൊന്നും വന്ന് ബ്ലോക്ക് ആവില്ല. നമുക്കതെല്ലാം ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്യാപ്സ്യൂൾ ടൈപ്പ് വാട്ടർ ടാങ്ക് ആണ് ഇപ്പുറത്ത് കാണുന്നത്. 1000 ലിറ്ററിന്റെ ക്യാപ്സ്യൂൾ ടൈപ്പ്, ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ക്യാപ്സ്യൂൾ ടൈപ്പ് വാട്ടർ ടാങ്ക് ആണ് അത്. ഇത് നമ്മുടെ ബ്ലോ മോൾഡിംഗ് ടെക്നോളജിയിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സെപ്റ്റി ടാങ്ക് ആണ്. ബ്ലോ മോൾഡിംഗ് ടെക്നോളജിയിൽ അൺബ്രേക്കബിൾ ആണ്. നമുക്ക് ഇതുവരെയുള്ള സെപ്റ്റി ടാങ്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ക്രാക്കും ലീക്കും വന്നിട്ട് നമ്മുടെ കിണറ്റിലെ വെള്ളം അശുദ്ധമാകുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്നാൽ ജീവിതകാലം മുഴുവൻ ഒരു കാലത്തും ക്രാക്കോ ലീക്കോ വരാതെ നമ്മുടെ വെള്ളം ഏറ്റവും ശുദ്ധമായിട്ട്, കിണറിലെ വെള്ളം ശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു സെപ്റ്റി ടാങ്ക് ആണ് വന്നിട്ടുള്ളത്. ഏഷ്യയിൽ തന്നെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ സോക്ക് പിറ്റ്, നോർമലി നമ്മൾ കോൺക്രീറ്റിന്റെ സോക്ക് പിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പൊട്ടിപ്പൊളിഞ്ഞു പോകും. അങ്ങനെ അത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ സെപ്റ്റി ടാങ്കിന്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യാതാവും. സെപ്റ്റി ടാങ്കിൽ ഒരു ഡ്രോപ്പ് വെള്ളം ഇൻലെറ്റിൽ വന്നാൽ ഒരു ഡ്രോപ്പ് വെള്ളം ഔട്ട്ലെറ്റിൽ പോകണം. അപ്പൊ ശരിക്കും ആ സെപ്റ്റി ടാങ്കിനെ കൊണ്ട് പിന്നെ ഒരു ഗുണമില്ലാതാവും. നല്ല സോക്ക് പിറ്റ് വെച്ചില്ലെങ്കിൽ സെപ്റ്റി ടാങ്കിന് ഗുണമില്ലാതാവും. അപ്പോൾ നല്ല HDPയുടെ തന്നെ സോക്ക് പിറ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ നാടിന്റെ ഒരു ആവശ്യകതയാണ് നല്ല സെപ്റ്റി ടാങ്ക്. നേരത്തെ വാട്ടർ ടാങ്ക് പറഞ്ഞ പോലെ തന്നെ വീട്ടിലെ സെപ്റ്റി ടാങ്ക് ഏതാണെന്ന് ആർക്കും അറിയില്ല. സെപ്റ്റി ടാങ്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ആരും അതിന്റെ ക്വാളിറ്റി നോക്കാറില്ല. അപ്പോൾ സെൽസർ അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ക്വാളിറ്റി നോക്കി ആൾക്കാർ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ വെള്ളം തന്നെ ഏറ്റവും നന്നായിട്ട് മാറും. പിന്നെ അത് കൂടാതെ നമ്മളിപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ, അതുപോലെ തന്നെ സോളാർ ഫ്ലോട്ടുകൾ, നമ്മൾ വെള്ളത്തിലിട്ട് ചെയ്യുന്നതിനുള്ള സോളാർ ഫ്ലോട്ടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി എനിക്കറിയേണ്ടത് സെൽസർ പ്രോഡക്റ്റിന്റെ മാർക്കറ്റിംഗ് ആണ്. എവിടെയൊക്കെയാണ്, എങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഓൾ കേരളയാണ് ഇതിന്റെ മാർക്കറ്റിംഗ് വരുന്നത്. നമ്മൾ ഡീലർ ത്രൂ ആണ്. എല്ലാ ജില്ലയിലും നമുക്ക് ഡീലർ ത്രൂ നെറ്റ്വർക്ക് ഉണ്ട്. ഏകദേശം കേരളത്തിൽ മൊത്തം 2000-ലധികം ഡീലേഴ്സ് നമുക്കുണ്ട്. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ എല്ലാ ഡീലേഴ്സും ഹാപ്പിയാണ്. കാരണം വെച്ചാൽ ഈ പ്രോഡക്റ്റിന് ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് വളരെ റെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തലവേദന നമ്മുടെ ഡീലേഴ്സിന് വരാറില്ല. ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എങ്ങനെ നമുക്ക് പ്രൈസ് പറയാൻ സാധിക്കുന്നത്? പ്രൈസ് നമ്മളിപ്പോൾ ഒരു കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ പെർ ലിറ്റർ ഒരു 750 ഒരു MRP ആ റേഞ്ചിൽ പോകാൻ പറ്റും. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. സെൽസറിന്റെ തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടൊരു ഇൻഡസ്ട്രിയുടെ കൂടിച്ചേരലായിരുന്നു ആക്ച്വലി. ഒന്ന് നമ്മുടെ സ്പൈസസ് ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പാക്കേജിങ്ങും. എൻ്റെ ഫാദർ സ്പൈസസിലായിരുന്നു. അങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രിയൽ പാക്കേജിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇതിലേക്ക് വന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കണ്ടെയ്നേഴ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നില്ല.
അപ്പൊ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ എല്ലാവർക്കും ഒരു നല്ലൊരു പ്രൊഡക്റ്റ്, നമ്മുടെ വേൾഡ് സ്റ്റാൻഡേർഡിലുള്ള ഒരു പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ പാക്കേജിങ്ങിന്റെ ഒപ്പം തന്നെ ഈ ഒരു വാട്ടർ ടാങ്കോട് കൂടിയിട്ട് പ്ലാൻ ചെയ്തത്. അപ്പൊ അങ്ങനെ നമ്മൾ 2013 സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഏകദേശം 12 വർഷമായി. 10,000-ഓളം ഡീലേഴ്സ് ആയിട്ട് നമ്മൾ സഹകരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓരോ വർഷത്തിലും പുതിയൊരു പ്രൊഡക്റ്റ്, ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് രംഗത്തേക്ക് കൊണ്ടുവന്ന് അത് ഡെവലപ്പ് ചെയ്ത് അത് മാർക്കറ്റിന് ആവശ്യമുള്ള രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന കോൺസെപ്റ്റിലാണ് നമ്മൾ പോകുന്നത്. വേൾഡ് സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ഓരോ പ്രൊഡക്ട്സും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് സെൽഫ് ക്ലീനിങ് വാട്ടർ ടാങ്ക് നമ്മൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ സെപ്റ്റി ടാങ്ക് HDPയിലും ആദ്യമായിട്ട് നമ്മൾ തന്നെയാണ് ലോഞ്ച് ചെയ്തത്. ഇൻഡസ്ട്രി പോകുന്നത് ഒരു 3 വെർട്ടിക്കൽസിലാണ്. ഒന്ന് നമ്മുടെ വാട്ടർ ടാങ്ക് മാനുഫാക്ചറിങ്, 2 ഇൻഡസ്ട്രിയൽ പാക്കേജിങ്, പിന്നെ 3 നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജസിന്റെ ഒരു മാനുഫാക്ചറിങ്. അപ്പൊ ആദ്യമായിട്ട് കേരളത്തിൽ തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മളാണ്. നമ്മൾ NTPCയുമായിട്ട് ഒരു ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്ട് ചെയ്തിരുന്നു. അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കേരള ഗവൺമെന്റിന് വേണ്ടിയിട്ട് നമ്മളാണ് അസോസിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രൊജക്ട് ഇറക്കിയത്. അപ്പൊ ടെക്നോളജിക്കലി നല്ലൊരു സ്ട്രെങ്ത് ഉള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനിയും തുടർന്ന് പറഞ്ഞ വർഷങ്ങളിൽ ഓരോ പുതിയ പ്രൊഡക്ട്സ് നമ്മൾ രംഗത്തേക്ക് ഇറക്കുമ്പോഴും അത് നമ്മുടെ എല്ലാ ജനങ്ങൾക്കും പ്രയോജനകരമായി വരുന്ന ഒരു രീതിയിലേക്കുള്ള പ്രൊഡക്റ്റ് ആവണമെന്നാണ് നമ്മുടെ ഒരു വിഷൻ. ഇത്രയാണ് സെൽസർ പോളിമേഴ്സിന്റെ വിശേഷങ്ങൾ. എങ്ങനെയാണ് വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നത്? ഇതൊരു പുതിയൊരു അനുഭവമാണ്, പുതിയൊരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ അല്ലേ. ഞാൻ മുന്നേ നിങ്ങളുടെ മുന്നിലേക്ക് വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നത് കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സിസ്റ്റം അല്ല നമ്മൾ അവിടെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് പ്രത്യേകമായിട്ടുള്ള രീതിയിൽ ഊതി വീർപ്പിച്ചുകൊണ്ടാണ് വാട്ടർ ടാങ്കുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. വാട്ടർ ടാങ്ക് മാത്രമല്ല, ക്യാനുകളും ബാരൽസും അതേപോലെ തന്നെ സെപ്റ്റിക് ടാങ്കുകളും അങ്ങനെയുള്ള എല്ലാ പ്രോഡക്റ്റും നിർമ്മിക്കുന്ന ഒരു അടിപൊളി കമ്പനി തന്നെയാണ് സെൽസർ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ഉണ്ട്, വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.